ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ഹരീഷ് വരുന്നു. സുഭാഷ് ഏട്ടാ, നീതു പിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നു ഹരീഷിനെ. നീ എന്നെ അങ്ങനെ വിളിക്കല്ല്. മാനക്കേട് കൊണ്ട് ഞാൻ തൊലി ഉരിഞ്ഞു നിൽക്കുവാ. ഇപ്പോൾ നിന്നെ എനിക്ക് എന്തുമാത്രം വിശ്വാസമാണെന്നറിയാമോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നാട്ടുകാരെന്തൊക്കെ പറഞ്ഞാലേ എൻ്റെ അനിയന്മാർ എനിക്ക് തങ്കമായിരുന്നു, തനി തങ്കം. ഇങ്ങനെ ഒരു വൃത്തികേട് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനെയാണോ നിങ്ങളെ വളർത്തിയെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണോടാ? തല കുനിച്ച് നിൽക്കണോ? എടാ, നീയാ ഇത് ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടി ഒരു പാവം കുട്ടിയാ, കോളേജ് പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കുട്ടിയോട് നീ ഇങ്ങനെ ചതി ചെയ്യല്ലായിരുന്നു. സുഭാഷേട്ടനൊന്നും മിണ്ടായിരുന്നേ. ആദ്യം അവനോട് കാര്യം ചോദിച്ചറിയേ. ഇതിലും മേലെ എന്ത് ചോദിച്ചറിയാനാ? പറഞ്ഞത് ആ കുട്ടി തന്നെയല്ലയോ? അതിലും വലുത് എന്ത് തെളിവാ? ഒരു പെൺകുട്ടി ഈ കാര്യത്തിൽ നുണ പറയുവോ? അവരുടെ അമ്മയുടെ ചോദ്യത്തിന് ഞാൻ എന്ത് ഉത്തരം പറയും? ഇവൻ അവരുടെ മകൾക്ക് വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നേ കേസ് കൊടുക്കത്തുള്ളൂ. ഇനിയുള്ള കാലം ഇവന് ജയിലിൽ പോയി കിടക്കാൻ അതിന്റെ ആവശ്യമുണ്ടോ ഇവന്? ഹരീഷ്, എന്താ ഈ കേൾക്കുന്നത്? സുഭാഷേട്ടൻ പിന്നെയും തല്ലുന്നു. സുഭാഷേട്ട വേണ്ട. ചോദിച്ചിട്ടും അവന് മറുപടി ഉണ്ടോ നോക്കേ. വേണ്ട സുഭാഷേട്ട, തല്ലല്ലേ. സുഭാഷേട്ടാ, നിർത്ത്. നമുക്ക് സംസാരിച്ച് തീർക്കാം. ചേട്ടാ, അവൻ പ്രേമിക്കുന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്നോ? എടാ, സ്നേഹിക്കുന്ന ആൾക്കാരോട് കൂടുതൽ കരുതലും ബഹുമാനമാണ് വേണ്ടത്. ഇതൊന്നുമല്ല. ഞാനൊന്നും പറയുന്നില്ല. അതല്ല സുഭാഷേട്ടാ, ഞാൻ പറയാമെന്ന്. ഈ കാര്യത്തിൽ ആരും ഒന്നും പറയണ്ട. ഇവനെ ന്യായീകരിക്കാൻ വരികയും ചെയ്യണ്ട. ആ കുട്ടിയെ ഇവന് കെട്ടിച്ചു കൊടുക്കത്തില്ലെന്ന് കരുതിയാണോ അവൻ ആ കുട്ടിയോട് ഇങ്ങനെ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഇവന് എന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊന്നും അല്ല സുഭാഷേട്ടാ, നീ മിണ്ടല്ല്. എടാ, ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തോന്നിയല്ലോ. ഇനി നീ എൻ്റെ മുഖത്ത് നോക്കല്ല്. ചേട്ടാന്ന് വിളിച്ച് എൻ്റെ അടുത്ത് വന്നേക്കല്ല്. സുഭാഷേട്ടാ, പോട്ടടാ. എടാ, നീ പാവം പോലെ ഇരുന്നാലും പറ്റിച്ചു കളഞ്ഞല്ലോടാ. എടാ കൊച്ചു കള്ള. എടാ, സുഭാഷേട്ടൻ പറഞ്ഞ പോലെ നിനക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് തന്നില്ലെങ്കിലുള്ള സൈക്കോളജി മൂവ്മെന്റ് അല്ലയോടാ. എടാ മിടുക്ക, സുധീഷേട്ടനൊന്നും മിണ്ടായിരുന്നേ. ഇത്ര പെട്ടെന്നൊരു ചിറ്റപ്പനാവുമെന്ന് ഞാൻ കരുതിയില്ല. എടാ, എനിക്കിപ്പോഴാ കാര്യം മനസ്സിലായത്. ഈ കാര്യം വെച്ചോണ്ട് അവളെ വീട്ടിൽ ബാഗും തൂക്കി വീട്ടിൽ വന്നതല്ലേ? എന്നിട്ട് നീ എന്തോ ചെയ്തു? അവളെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് സംസാരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് ഈ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു അല്ലേ? അന്ന് ഞാൻ വിചാരിച്ചത് അവിടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ നമ്മുടെ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്നാ. അവള് ഗർഭിണിയാന്നുള്ള കാര്യം നിനക്ക് അന്നേ അറിയായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അവളെ തനിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലാക്കിയത്. എടാ, ഇത്രയൊക്കെ നടന്നിട്ട് എങ്ങനെയാടാ നിനക്ക് ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വന്നത്? എടാ, നിന്നെയൊക്കെ എന്ത് പറയണോന്ന് പോലും. നിന്നെയൊക്കെ ഇങ്ങനെയാന്നോടാ ഞാൻ വളർത്തിയത്? അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിന് നാട്ടിൽ പേര് പോരാഞ്ഞിട്ടാണോ ഒരു കൊച്ചു പെൺകുട്ടിയെ പ്രേമിച്ചും ഗർഭിണിയാക്കിയും ക്രെഡിറ്റും പേര് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? സുധീഷ്, ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. നാട്ടിലേക്ക് പോയാൽ ഇവനെ ആ പെൺകുട്ടിയുമായിട്ട് കല്യാണം കഴിപ്പിക്കണം. ഇനി എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരിടയും വരുത്തല്ലേ. ഇത് ഞാൻ അന്നേ പറഞ്ഞാന്നല്ലോ. അപ്പൊ എന്റെ വാക്ക് ആരും കേട്ടില്ല. എടാ, അവൻ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ശരി സുഭാഷ് ഏട്ടാ, നമുക്ക് സംസാരിക്കാം. എടാ ഹരീഷ്, നീ ഒന്ന് പുറത്തു പോയേ. വെറുതെ സുഭാഷ് ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാതെ. സുഭാഷ് ഏട്ടാ, ഹരീഷേ. സുഭാഷ് ഏട്ടൻ വന്നിരുന്നേ. സുഭാഷ് ഏട്ടാ, വിഷമിക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. എടാ, എങ്ങനെ ശരിയാക്കാനാ? എടാ, ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞപ്പോൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ? എടാ, കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഒരു ദിവസം പ്രഗ്നന്റ് ആണെന്ന് നാട്ടുകാരറിയുമ്പോൾ ആ കുടുംബം പതറിപ്പോകത്തില്ലയോ? എടാ, അവരനുഭവിക്കുന്ന മാനക്കേട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് കാരണക്കാരൻ ഇവനായില്ലയോ? എടാ, ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി അവരിങ്ങനെ ആയെന്നറിഞ്ഞ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും സഹിക്കുമോ? എടാ, അവനിപ്പോൾ എവിടെയാ? ഇവനിപ്പോൾ നമ്മുടെ കൂടെ. ആ വീട്ടുകാരെന്താ വിചാരിക്കുന്നേ? അവള് പ്രഗ്നന്റ് ആയെന്നറിഞ്ഞപ്പോൾ അവൻ മുങ്ങി. എടാ, ഇതൊക്കെ കേൾപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ, അവരിത് പോലീസിൽ പരാതിപ്പെട്ട അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരിക്കൽ പോലീസിൽ പരാതിപ്പെട്ടല്ലയോ? അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പം. അവർക്കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അങ്ങനെ അവർ ചെയ്യില്ല. നമുക്ക് നാട്ടിൽ ചെന്ന് സംസാരിക്കാം. ഇതിപ്പോൾ സെൻസിറ്റീവായ വിഷയമാണ്. രണ്ടു കുടുംബം ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ രണ്ടു കുടുംബത്തിന് പേരുദോഷമില്ലാതെ പോവാന്ന് അവരെ ബോധ്യപ്പെടുത്താം. അതേ നടക്കത്തുള്ളൂ. സുഭാഷേട്ടാ, സംസാരിക്കാൻ. എങ്ങനെയാടാ? സുഭാഷേട്ടാ, നീതു അത്ര ചെറിയ കുട്ടിയൊന്നും അല്ല. അവർ രണ്ടുപേരും പരസ്പര റിലേഷൻഷിപ്പ് ഉണ്ടായെന്നല്ലേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ? സുഭാഷേട്ടാ, ഞാൻ അവനെ ന്യായീകരിച്ചല്ല. ഇത് രണ്ടുപേരും ആലോചിക്കേണ്ടതായിരുന്നു. ഇതത്ര തെറ്റൊന്നും അല്ലല്ലോ. ഇത് നടക്കുന്നതല്ലയോ? എന്നുവെച്ചാൽ ഇത് ചെയ്തത് ശരിയാണെന്നല്ല. ഇത്രയും കാലം സുഭാഷേട്ടൻ അവൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. ഇന്നത് ഉണ്ടായപ്പോൾ അവൻ വല്ലാതെ ആയി കാണും. ആ ഷോക്കിൽ അവൻ എന്ത് മറുപടി പറയണത് പോലും അറിയാതെ നിൽക്കുമായിരിക്കും. അവൻ്റെ ആ അവസ്ഥ നമ്മളോട് മനസ്സിലാക്കണ്ടായോ? എന്തവസ്ഥ? ഇനി ഈ കാര്യത്തിൽ അവന് വക്കാലത്ത് പറയാൻ നിൽക്കല്ലേ. ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാണ്. നടക്കേണ്ടത് നടന്നുകയും ചെയ്തു. ഇനി അതിനുള്ള പരിഹാരം എന്താണെന്ന് ആലോചിക്കേണ്ടത്. ഇനി അവനെ ചീത്ത വിളിച്ചിട്ടോ തല്ലിയിട്ടോ കാര്യമുണ്ടോ? സുഭാഷേട്ടാ, അത് വിട്ടേ. നമുക്ക് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അവരെ കല്യാണം ഉടനെ അങ്ങ് നടത്താം. പോരെയോ? നീതു റൂമിൽ കയറി ഹരീഷിനെ ഫോൺ ചെയ്യുന്നു. ഹലോ ഹരീഷേ. എടി, എന്താടി പ്രശ്നം? എന്ത് കാര്യത്തിലാണ് നിന്റെ ചേട്ടൻ എന്നെ വിളിച്ച് ചീത്ത പറയുന്നേ? എടി, സുഭാഷ് ചേട്ടനെ വിളിച്ച് നിന്റെ അമ്മ എന്തൊക്കെയാ പറയുന്നത്?
ഒന്നും പറയണ്ട, ഇവിടെ പ്രശ്നത്തോടെ പ്രശ്നമാ. അതൊക്കെ പോട്ടെ, നിനക്ക് സുഖമാണോ? എടി നീ എന്താ തമാശ കളിക്കുവാണോ? എന്താ നീ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്നേ? നിന്റെ ചേട്ടൻ വിളിച്ച് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് പറഞ്ഞു? എന്തൊക്കെയാ പറയുന്നുണ്ട്? അതാ പറഞ്ഞത്. എന്താന്ന് പറ. നീ പ്രഗ്നന്റ് ആണെന്ന്. അതിപ്പോ എങ്ങനെയാ ഞാൻ പറയുന്നത്? ഇപ്പൊ അവരുടെ മുന്നിൽ ഞാൻ പ്രഗ്നന്റാ. അതാ ചോദിച്ചത്. എങ്ങനെ? നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെങ്ങനെ? എടി നീ സത്യമാണോ പറയുന്നേ? ഇപ്പൊ ഞാൻ അവരുടെ മുന്നിൽ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? എടി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഒന്നുമില്ലെങ്കിൽ നീ അച്ഛനാവാൻ പോകുന്ന കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞില്ലയോ? അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടേ? നീതു, എന്നെ പ്രാന്ത് പിടിപ്പിക്കില്ലേ? അങ്ങനൊന്നും സംഭവിക്കത്തില്ല. നിന്റെ സുഭാഷ് ചേട്ടന്റെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ കല്യാണം പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനു മുമ്പ് പ്രഗ്നന്റ് ആവല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ. നീതു, എന്നെ വട്ടാക്കാൻ നിൽക്കല്ലേ. ആദ്യം നീ കാര്യം പറ. നമ്മുടെ ഇടയിൽ പ്രഗ്നന്റ് ആവാൻ വേണ്ടി ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെങ്ങനെ? നീ കാര്യം പറ. അപ്പൊ നീ എന്നെ സംശയിക്കുവാണല്ലേ? നമ്മൾ പ്രേമിക്കുന്നവരാണ്, ഉടനെ കല്യാണം കഴിക്കൂ എന്നൊക്കെ കരുതിയില്ലേ ഇതൊക്കെ ചെയ്തത്? ഇപ്പം പ്രഗ്നന്റ് ആണെന്ന് കരുതി എന്നെ ഒഴിവാക്കാൻ നോക്കുവാണല്ലേ? എടി നീ പറയുന്നത് വേറെ, ഞാൻ പറയുന്നത് വേറെ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹരീഷേ. നിനക്കെന്നെ സംശയമാണല്ലേ ഹരീഷേ? അമ്മ പറയുന്നേ നീ എന്നെ ഉപേക്ഷിക്കുമെന്നാണ്. ആ കുട്ടിയെ ഞാൻ തനിയെ വളർത്തേണ്ടി വരുമെന്നാ പറയുന്നത്. എൻ്റെ ഹരീഷ് അങ്ങനല്ല, എന്നെ കല്യാണം കഴിക്കത്തുള്ളത് ഞാൻ തർക്കിച്ചു. എന്നിട്ടും നീ എന്നെ സംശയിക്കുന്നുണ്ടല്ലോ. ഞാൻ സംശയിച്ചതല്ല. ഇതൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയി. ഇതിലെന്താ ലോജിക് പ്രശ്നം? ലോജിക്കൊക്കെ ഓക്കെ, പക്ഷേ എങ്ങനെ? നിനക്ക് എന്നെ സംശയമാണല്ലേ? ഞാൻ വെക്കുവാ. എടി വെക്കല്ലേ. സുധീഷ് പറയുന്നത് ഞാൻ ഇപ്പം വരാം. സുഭാഷ് ചേട്ടാ ടെൻഷൻ ആവണ്ട, നമുക്ക് സംസാരിക്കാം. ഈ വെള്ളം കുടിച്ചേ. ഹരീഷ് ചേട്ടന് ഇഷ്ടമുള്ള ആളല്ലയോ? എത്ര പേര് കല്യാണം കഴിക്കാതെ ലിവിൻ ടൂതറായിട്ട് താമസിക്കുന്നു. അവർക്ക് കുട്ടികളുണ്ടാവുന്നില്ലേ? അല്ല, ആലോചിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുഭാഷ് ചേട്ടൻ ഈ വെള്ളം കുടിക്കേട്ടാ. സുഭാഷ് ചേട്ടൻ വെള്ളം കുടിക്കുന്നു. സുധീഷ് എന്ന് ഹരീഷിന്റെ അടുത്ത് ചോദിക്കുന്നു. എടാ ഭയങ്കര, നീ പണി ഒപ്പിച്ചല്ലേ? എടാ എല്ലാരെയും ഞെട്ടിച്ചിട്ട് നീ എന്തിനാടാ ഇങ്ങനെ ഞെട്ടുന്നേ? ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ കുറുമ്പ് കാണിക്കുന്നത് ഞാനാണെന്ന എല്ലാവരെയും ധാരണ. പക്ഷേ നീ കുട്ടിക്കുറുമ്പനായി കേട്ടോ. മിണ്ടാപ്പൂച്ച പോലെ ഇരുന്ന നീ കൊണ്ട് കൃത്യസമയത്ത് കല ഉടച്ചു കളഞ്ഞല്ലോ. എന്താടാ ചക്കരെ ഇങ്ങനെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് പാവത്തെ പോലെ നിൽക്കുന്നത്? എന്തു പറ്റി? സുധീഷ് ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചിരിക്കല്ല, പറയടാ കണ്ണ. 4-5 മാസമായിട്ട് നടക്കുന്ന കാര്യമാണ്, ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലേ? കഷ്ടമുണ്ട് സുധീഷ് ചേട്ടാ. ഞാനൊന്ന് പറയട്ടെ. ആ പറ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? സുധീഷ് ചേട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടാ മോനെ, ഞാൻ അവരെ പോലെയൊന്നും അല്ല. ഇത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലയോ? ചെയ്യാതെ എങ്ങനാടാ? പോടാ പൊട്ട. സുധീഷ് ചേട്ടാ ചിരിക്കല്ലേ, സത്യമായിട്ടും ചിരിക്കല്ലേ. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയല്ലേ മോനെ. ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട, നീ സ്വയം ന്യായീകരിച്ചോ. ഇമാതിരി ന്യായീകരണം ഒന്നും വേണ്ട. സത്യമാണെന്ന് ഒന്ന് പോടാ. ഞാനും സുഭാഷ് ചേട്ടനൊക്കെ അച്ഛന്മാരാവാൻ പോകുന്നതിന് മുമ്പേ വല്യച്ഛന്മാരാവാൻ ഭാഗ്യം കിട്ടിയവരായിരിക്കും. സുധീഷ് ചേട്ടാ മതി, ചെന്ന് റെഡിയാവാൻ നോക്ക്. നാട്ടിലേക്കോ? ആ, ഇനി അവിടെ ചെന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. താലി മേടിക്കണം, ജോർജരെ കാണണം. സുധീഷ് ചേട്ടാ ഞാൻ സത്യമായിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണമല്ലേ? സുധീഷ് ചേട്ടാ ഒന്ന് പോടാ. വേഗം ഡ്രസ്സ് മാറി വരാൻ നോക്ക്. ഹരീഷ് സുഭാഷ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ട് നിൽക്കുക. സുഭാഷ് ചേട്ടൻ ചെന്ന് വിളിക്കുന്നു. ഹരീഷേ നിനക്ക് വേദനിക്കുന്നുണ്ടോടാ? ഇല്ല. എന്നാലും നീ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വളരെ പക്വതയുള്ള ആളാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന ആളാ. കാര്യഗൗരവം, പക്വതയുള്ള ആള് എന്നൊക്കെയായിരുന്നു എൻ്റെ വിശ്വാസം. അവള് ചെറിയ കുട്ടിയല്ലയോ, പഠിക്കുന്ന കുട്ടിയല്ലയോ? അതെങ്കിലും നോക്കണ്ടായോ? അതാ എൻ്റെ സങ്കടം. വേറെ ആര് ചെയ്താലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നീ ഇനി ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ സമയമായിട്ടില്ല, കുറച്ച് നാളൂടെ കഴിയട്ടെ എന്ന് പറയാൻ നിൽക്കല്ല്. തിരിച്ചു ചെന്ന ഉടനെ നിങ്ങളുടെ കല്യാണം നടത്തണം. സുഭാഷ് ചേട്ടാ അവരുടെ വീട്ടുകാർ വലിയ ദേഷ്യത്തില. അവരെ എങ്ങനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഈ കല്യാണം നടത്തുന്നവരെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവത്തില്ല. ഹരീഷെ നടക്കണ്ട എന്തായാലും നടന്നു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. എടാ കല്യാണക്കാരെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എടാ അവരുടെ വീട്ടുകാർ വന്ന് ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. എടാ അവരോട് വഴക്കിന് പോവാതെ ഈ പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കണം. മനസ്സിലായല്ലോ? സുഭാഷ് ചേട്ടാ ഞാൻ ഇനി സംസാരം വേണ്ട. നീ പോയി ബാഗ് എടുത്ത് റെഡിയാവ്. ചെല്ല്, നമുക്ക് പോണം. പിന്നെ അവിടുത്തെ ഒരു ചായക്കടയാണ് കാണിക്കുന്നത്. ചേട്ടാ നിങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു? എന്നെ കാണാഞ്ഞിട്ട് നിനക്ക് ഉറക്കം വന്നില്ലേ? ഇങ്ങനെ ചാടിക്കടിക്കല്ലേ സദാശിവ. നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എന്ത് കാര്യം? എന്താടാ ബിനു? ഒന്നുമില്ല, നിങ്ങൾ കാര്യം പറ. നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നത് നന്നായി. അതെന്താടാ ഞാനിവിടെ ഉണ്ടായ? ഇന്ന് വെളുപ്പിനെ അല്ലയോ നിങ്ങൾ എത്തിയത്? അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും നിങ്ങളെ കാണാൻ യോഗമുണ്ടെന്ന് കരുതിയാൽ മതി. അതെന്താടാ ഞാൻ 2-3 ദിവസം മുമ്പ് വന്നായിരുന്നു എന്നെ ആരെങ്കിലും മൂക്കി കയറ്റുമോ?
അയ്യോ, ശിവേട്ടനെ ആരും ഒന്നും ചെയ്യത്തില്ല. ശിവേട്ടൻ അവരെ ചെയ്തേനെ. പിന്നെ കേസാവും വഴക്കാവും. അതൊക്കെ നടക്കാതിരുന്നതേ കുടുംബക്കാരുടെ ഭാഗ്യമല്ലയോ. നീ ആരുടെ കാര്യമാ പറയുന്നേ? സദാശിവ, പ്രശ്നമൊന്നും വേണ്ട, വിട്ടേക്ക്. അവരൊക്കെ ഇന്ന് മടങ്ങും. എന്തിനാ വെറുതെ? ആര്? വിട്ടേക്ക് ശിവേട്ട. മക്കളുമായിട്ട് കുടുംബക്ഷേത്രത്തിൽ തൊടാൻ വന്നേ, ഇന്ന് മടങ്ങുകയും ചെയ്യും. വെറുതെ നമ്മളായിട്ട് എന്തിനാ? നിന്നോടല്ലേ ചോദിച്ചത് ആരാന്ന്? ഭാസ്കരൻ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.